ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ആത്മീയ പുതുക്കവുമായി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അവൻ കൃപകൾക്കായി ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഞാൻ ക്രിസ്തീയ നാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഈ സമയം നമുക്കൊന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാനുമായി ക്രിസ്തുവിനെ നാം എപ്രകാരം അനുഗമിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുവിനെ അനുഗമിച്ചവർ ആരും തന്നെ ഈ ലോകത്തിൽ പരാജയപ്പെട്ടവരായി നാം കാണുന്നില്ല. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയവരൊക്കെയും എല്ലാ സമയവും വിജയിച്ചിട്ടുള്ളതായി നാം കാണുന്നതാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടത്രേ ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ പിന്നാലെ നാം സഞ്ചരിക്കുമ്പോൾ നാം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നാം തീരുമാനമെടുക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരണം. അതിനായി നമുക്ക് അല്പസമയം ചിന്തയ്ക്കായി മർക്കോസിൻ്റെ അധ്യായം അതിൻ്റെ 8-ാം അധ്യായം 34-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നാം ക്രിസ്തുവിനെ അനുഗമിച്ചു പോകണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ ഇവിടെ വചനം നമ്മൾ പഠിപ്പിക്കുന്നു തന്നെത്താൻ ത്യജിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാൻ കഴിയാത്തതും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തമായൊരവസ്ഥയാണ് ഈ ത്യജിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി. പല ക്രിസ്തീയ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി നാം പലപ്പോഴും തന്നെ ത്യജിക്കാൻ, കാരണം തൻ്റെ പഴയ അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ അവസ്ഥകളെ വിട്ടുകൊണ്ട് കർത്താവിൻ്റെ തന്നിലേക്ക് കടന്നു പോകുവാനായി നമുക്ക് പലർക്കും സാധിക്കുന്നില്ല. അതത്ര ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക്, ക്രിസ്തീയ ജീവിതം പലപ്പോഴും പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം നമ്മുടെ ചില കാര്യങ്ങൾ വിടേണ്ടതുണ്ട്. വിട്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, ചിലപ്പോൾ നമ്മുടെ ചെറിയൊരു വിഷയമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോൾ നമ്മളെ ജീവിതത്തിൽ കടന്നു വരാനുള്ള അനുഗ്രഹങ്ങളെ തടഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ നാം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ, നാം ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ, നാം ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ നാം അവൻ്റെ ക്രൂശ് എടുക്കണം. അപ്പോൾ ക്രൂശ് എടുക്കാനായി നാം തയ്യാറാണോ? അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തയ്യാറില്ലാത്തത്. ഹല്ലേലൂയ. നാം ക്രൂശ് എടുക്കാൻ പലർക്കും നമുക്ക് തയ്യാറല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാരങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും നാം ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെ രുചിച്ചറിയാൻ കഴിയാതെ വണ്ണം നാം പലപ്പോഴും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരായി തീരുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ നാം അനുഗമിക്കണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ നാം ആ ക്രൂശ് എടുക്കണം. ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞാൽ, ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ചെറിയ രോഗം കടന്നു വന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടബാധ്യത കടന്നു വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വന്നാലോ നമുക്ക് പലപ്പോഴും നാം വിചാരിക്കാറുണ്ട്, നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നിന്നിട്ട് കർത്താവിൻ്റെ തലയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കർത്താവ് അനുഭവിച്ച ക്രൂശ്, കർത്താവ് നമുക്ക് വേണ്ടി എത്രയോ വലിയ ക്രൂശ് വഹിച്ചുകൊണ്ടാണ് താൻ ക്രൂശിലേക്ക് പോയത്. ഹല്ലേലൂയ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചു. അപ്പോൾ അപ്രകാരം സഹിച്ചുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയപ്പോൾ, ആ കടന്നുപോയ ആളിനെ നാം പിൻഗമിക്കുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ പിൻഗമിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? എപ്പോഴും നാം ആ ക്രൂശ് എടുത്തുകൊണ്ട് പിൻഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു വയ്ക്കുന്ന നന്മകളൊക്കെ തുറക്കും. നമ്മൾ യോബിൻ്റെ ജീവിതം തന്നെ എടുക്കുകയാണെങ്കിൽ, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ടും താനെ എത്രത്തോളം കർത്താവിനെ സ്നേഹിച്ചോ അത്രത്തോളം യോബിൻ്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നു. അപ്പോൾ യോബിൻ്റെ ജീവിതത്തിൽ യോബിന് വളരെ സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. സമ്പത്തുള്ള വ്യക്തി, അദ്ദേഹം വളരെ സമ്പന്നനായി ലഭിച്ചു. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു അംബാനിയോ അല്ലെങ്കിൽ അദാനിയോ ഒക്കെ ആയിരുന്നിരിക്കാം, അപ്രകാരമുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ജീവിതത്തിലേക്ക് തൻ്റെ ജീവിതത്തിലുള്ളതൊക്കെ നഷ്ടപ്പെടുകയും, തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ട് താൻ വളരെയധികം ഭാരങ്ങൾ കടന്നു വന്നു, തൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ കടന്നു വന്നു, ഭയങ്കരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോഴൊക്കെയും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ക്രിസ്തീയ അല്ലെങ്കിൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു. തനിക്ക് തന്നതായ ക്രൂശ്, അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളുടെ നടുവിൽ അദ്ദേഹം കർത്താവിനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു, കർത്താവിനെ മഹത്വപ്പെടുന്ന വ്യക്തിയായി തീർന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തൻ്റെ ഭാര്യ വരെ തള്ളിപ്പറയുന്ന അവസ്ഥ വന്നു. തനിക്ക് എന്തെല്ലാമോ ഈ ലോകത്തിലുണ്ടായിരുന്നു, താൻ എന്തൊക്കെ സ്നേഹിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെ താൻ തൻ്റേതായി കൂട്ടിവെച്ചോ അതൊക്കെയും ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചില നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം തൻ്റെ യോബിൻ്റെ ജീവിതം അല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവിതം മറന്നു പോകാറുണ്ട്. അപ്പോൾ നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും കടന്നു വരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ വരുന്നത്, നമ്മൾ നന്മയുടെ അടുക്കിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? നാം നമ്മുടെ അടുക്കിലേക്ക് എത്തിച്ചേരുമ്പോൾ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും നമുക്ക് അപ്പോൾ നമ്മുടെ ക്രൂശിനെ അല്ലെങ്കിൽ കർത്താവിനെ തള്ളി പറയുന്ന വ്യക്തികളായി തീരാറുണ്ട്. അപ്പോൾ നമ്മളെ നന്മകൾ അവിടെ തടസ്സം വരാറുണ്ട്. പലപ്പോഴും അത് കൊണ്ടുവരുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പിശാചാണ്. കാരണം എത്രത്തോളം
നമ്മൾ കർത്താവിൻ്റെ ഒരു ശക്തി കൊണ്ട് അപ്രകാരം തന്നെ ലൂസിഫർ എന്ന പിശാചിനും അവൻ്റേതായ ഒരു ശക്തി കൊണ്ട് കാലല്ലേ. അപ്പോൾ അവൻ നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ട് പലപ്പോഴും നമ്മുടെ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിലേക്ക് കടന്നു വരേണ്ട നന്മകളെ അല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിലേക്ക് തരുവാനായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ തടയുവാൻ വേണ്ടി ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടിടും. ഇടുമ്പോൾ നാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ രോഗം കടന്നു വന്നാൽ നാം കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കടഭാരങ്ങൾ കടന്നു വന്നാൽ ആ സമയത്ത് നാം പറയണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അറിയാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം തന്നെ കടന്നു വന്നോട്ടെ, ആ സമയമൊക്കെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആ കർത്താവ് നമ്മെ കരുതിക്കൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്രകാരം നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഏതൊക്കെ അവസ്ഥകൾ കടന്നു വന്നാലും എന്തൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടായി വന്നാലും തന്നെയും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം അവിടെയൊക്കെയും വിജയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായി കഴിയണം. അപ്പോൾ നാം എപ്പോഴും കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ തിരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ യോബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ യോബ് തനിക്ക് ശരീരം മൊത്തമായി രോഗത്തിൻ്റെയും വ്രണത്തിൻ്റെയും അവസ്ഥകളൊക്കെ കടന്നു വന്നു. തനിക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. താൻ ഈ ലോകത്തിൽ ധനികനായിരുന്ന വ്യക്തിയായിരുന്നു. തൻ്റെ ധനമൊക്കെ നഷ്ടപ്പെട്ടു, തനിക്കുള്ള സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, തൻ്റെ എന്തൊക്കെ താൻ സ്നേഹിച്ചോ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ യേശു കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ ജീവിതയാത്ര മുന്നോട്ട് നയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ചില കഷ്ടങ്ങൾ അനുഭവിച്ചപ്പോഴും അദ്ദേഹം കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ കർത്താവിനെ തന്നെ ജയിച്ചുകൊണ്ട് കർത്താവിനെ തന്നെ ജീവിച്ചപ്പോൾ തനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നു അതൊക്കെ ഇവൻ്റെ കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത് എന്നുള്ള ഉറച്ച വിശ്വാസം യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ യോബ് അപ്രകാരം ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ അദ്ദേഹത്തിന് തനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, ലോകത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെയും ഇരട്ടിയായി ലഭിക്കുകയുണ്ടായി. അതൊക്കെ നമ്മുടെ കർത്താവ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ നാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കുകയാണെങ്കിൽ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കുകയാണെങ്കിൽ, നാം തന്നെ ജയിച്ചുകൊണ്ട് കർത്താവിനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ, കർത്താവിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ലോകത്തിൽ എന്തൊക്കെ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടാലും അത് 100 മടങ്ങായി തിരിച്ചു വരുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അപ്രകാരത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും കടന്നു വന്ന് വളരെയധികം ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ. ആ വ്യക്തി നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. കാരണം കർത്താവ് നമുക്ക് വേണ്ടി എത്രത്തോളം വലിയ ക്രൂശെടുത്തു. കർത്താവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ചു. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു. കർത്താവ് വേറെ ആരെയും ഉപദ്രവിക്കാൻ പോയില്ല, ആരോടെയും പ്രശ്നങ്ങൾക്ക് പോയില്ല, അല്ലെങ്കിൽ ആരോടെ അടിപിടിക്ക് പോയില്ല. അപ്രകാരമുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു നമ്മുടെ കർത്താവ്. നമുക്ക് നല്ലൊരു ജീവിത മാതൃക കാണിച്ചു തന്നൊരു കർത്താവ് അത്ര നമ്മുടെ കർത്താവ്. അപ്പോൾ ആ കർത്താവിന് തനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വളരെ സൗമ്യനായി ജീവിച്ച ഒരു വ്യക്തിക്ക് ലഭിച്ച എന്നതാണ് തൻ്റെ ക്രൂശ് ലഭിക്കുകയുണ്ടായി. ക്രൂശ് താൻ തെറ്റുകളൊന്നും ചെയ്യാതിരുന്ന ആ വ്യക്തിയുടെ മേൽ എത്രത്തോളം ശരീരത്തിൻ്റെ മേൽ എത്രത്തോളം വ്രണങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ധ്യേയങ്ങൾ സഹിച്ചുകൊണ്ട് അത്രേ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്ത് എന്നും ജീവിക്കുന്നത്. അപ്പോൾ നാം കർത്താവ് ജീവിതത്തിൽ അനുഭവിച്ച ഒരു ജീവിതത്തിലെ ക്രൂശെടുത്ത സമയത്ത് ഉള്ള ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറില്ല. നമ്മുടെ ജീവിതത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കാലിലോ അല്ലെങ്കിൽ കയ്യിലോ ഒരു മുള്ളോ എന്തെങ്കിലും കൊള്ളുകയാണെങ്കിൽ എന്തുമാത്രം വേദന അനുഭവിച്ചിരിക്കും. അപ്പോൾ നാം ചിന്തിച്ച് നോക്കിയാൽ കർത്താവിൻ്റെ തൻ്റെ കരങ്ങളിൽ ആണിയടിച്ച് ഇറക്കി, കാലുകളിലും ആണികളൊക്കെ അടിച്ചിറക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു. താൻ ശരീരം മൊത്തമായി തൻ്റെ മുൾക്കമ്പി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മൊത്തമായി അടിച്ചു, അത് വലിച്ചു പിടിച്ചു, ശരീരത്തിലെ മാംസങ്ങളൊക്കെ പറഞ്ഞു പോയ അവസ്ഥകൾ കടന്നു വന്നു. അതെല്ലാം നമുക്ക് വേണ്ടി സഹിച്ച നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. നമുക്ക് വേണ്ടി താൻ എല്ലാം തികച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം എന്തിനു ഭാരപ്പെടണം? അപ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ കടന്നു വന്നോട്ട്, ഈ ലോകത്തിൽ എന്ത് തന്നെ ഭാരങ്ങൾ കടന്നു വന്നോട്ട്, ആ സമയത്ത് നാം കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യും, കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യും. അപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നാം ഒന്നാമതായി കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കണം. അപ്പോൾ നമ്മൾ ക്രൂശെടുത്ത് നാം അനുഗമിക്കുകയാണെങ്കിൽ, അപ്രകാരം നാം അനുഗമിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങളായിക്കോട്ടെ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാരത്തോടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. തനിക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ബിസിനസ്സൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാം തകർച്ചയില്ല അനുഭവത്തിൽ വക്കലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇനി എങ്ങോട്ട് പലപ്പോഴും പല ഭാഗത്തു നിന്നും ചിന്തിച്ചിട്ട് ഇനി കരകയറാൻ പറ്റുന്നില്ല, അപ്രകാരം ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിങ്ങളുടെ ആ അവസ്ഥകൾക്ക് എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം മാറ്റം വരുവാൻ പോകുന്ന പകൽക്കാലം അത്രയും. അപ്പോൾ നാം ആ അവസ്ഥകൾ നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടെ ആയിരിക്കണം. നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോഴും നാം കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുമ്പോൾ വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തോടുള്ള ബന്ധം വിട്ട് നാം കർത്താവിനെ അനുഗമിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മത്തായിയുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 24-ാം വാക്യം പറയുമ്പോൾ
24 വാക്യം പറയുമ്പോൾ അവിടെ പറയുന്നു, പിന്നെ യേശു തൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ തേച്ചുകൊണ്ട് വരുന്നത് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അതായത് യേശുവിൻ്റെ പിന്നാലെ ശിഷ്യന്മാർ പറഞ്ഞു യേശുവിൻ്റെ പിന്നാലെ വരുവാനാണെങ്കിൽ തന്നെ താൻ തേച്ചുകൊണ്ട്, അപ്പോൾ മത്തായിയുടെ പുസ്തകം പഠിക്കുമ്പോഴും അവിടെയും പറയുന്നുണ്ട് തന്നെ താൻ തേച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വരണമെന്ന്. അപ്പോൾ നമ്മൾ ലോകത്തോടുള്ള ബന്ധം വിടണം. കാരണം നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ കർത്താവിൻ്റെ രക്ഷിതാവ് സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെ പോയിട്ട് നാം നമ്മുടെ പഴയതിനെ വിടുവാൻ വേണ്ടി നമുക്ക് തയ്യാറല്ല. കാണില്ല, പലപ്പോഴും നാം പഴയതിനെ വിടുന്നില്ല. നാം കർത്താവിനെ ആരാധിക്കുന്നവരാണ്, ബൈബിൾ വായിക്കുന്നുണ്ട്, നാം കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി പോകുന്നുണ്ട്, കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുള്ള വ്യക്തികളായിരിക്കാം. എന്നാൽ നാം പലപ്പോഴും നമ്മുടെ പഴയ ജീവിതത്തെ നാം വിടാനായി നമുക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ പഴയതായ ജീവിതം, നാം നയിച്ചുകൊണ്ടിരുന്ന ജീവിതം, അത് വിട്ടിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും കടന്നു വരുന്നത്. അപ്പോൾ നാം എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നാം തന്നെ ത്യജിക്കുമ്പോൾ നാം ലോകത്തോടുള്ള ബന്ധം, അത് നാം ഇതുവരെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ കർത്താവിൻ്റെ സന്നിധി വന്നപ്പോൾ, കർത്താവിനെ ആരാധിച്ചപ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ നാം പഴയ ലോകപരമായ ജീവിതത്തിൽ നയിച്ചൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ നാം കർത്താവിനെ അറിയുമ്പോൾ, കർത്താവിനെ അനുഗമിക്കുമ്പോൾ, കർത്താവിനെ പിന്നാലെ വരുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ നാം മുൻപിൽ ചെയ്തുകൊണ്ടിരുന്നതായ, നാം കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് നാം ചെയ്തുകൊണ്ടിരുന്നതായ പല പ്രവർത്തികളെ നാം വിടേണ്ടതുണ്ട്. വിട്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നാൽ മാത്രമേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ ആ അവസ്ഥകൾ, പഴയത് എപ്രകാരമാണോ നാം ഈ ലോകത്ത് ജീവിച്ചത്, ആ ലോകത്തിൽ ജീവിച്ച അവസ്ഥകളിൽ നിന്ന് നമ്മിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞ് കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് നമ്മെ സ്നേഹിക്കുവാനായി തുടങ്ങും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതം സംഭവിക്കുന്നത്, നാം കർത്താവിനെ അനുഗമിച്ചിട്ട്, കർത്താവിനെ നമ്മൾ വചനമൊക്കെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ കർത്താവിനെ തന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ പഴയ ജീവിതത്തെ വിടാതെ മനസ്സുകൊണ്ട്, ചിലപ്പം മദ്യപാനമുള്ള ഒരു ശീലമുള്ള വ്യക്തിയായിരിക്കും, ചിലപ്പോൾ ഈ ലോകത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ശീലങ്ങളിൽ ലോകപരമായ ചിന്തകൾ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ലോകത്തിലെ മറ്റുള്ള ഇമ്പങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷേ നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ ലോകത്തോടുള്ള ബന്ധം വിട്ടാൽ മാത്രമേ കർത്താവിനുമായി സ്നേഹിക്കാനും കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂടുതലായി നമുക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തുള്ള ലോകപരമായ ബന്ധം നാം ഉപേക്ഷിക്കണം. ലോകപരമായ ബന്ധം ഉപേക്ഷിക്കാനാണ് നമുക്ക് പലപ്പോഴും സാധിക്കാത്തത്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും നാം ഈ ലോകപരമായ ഇമ്പങ്ങളുടെ പിന്നാലെ പലപ്പോഴും നമ്മെ കൊണ്ടുപോകാറുണ്ട്. ലോകത്തുള്ള നമ്മൾ ക്രിസ്തീയ ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെ എപ്പോഴും ഇപ്രകാരം സഞ്ചരിച്ചുകൊണ്ട് ലൂസിഫർ ഇപ്രകാരം പിറകെ വന്നുകൊണ്ടേയിരിക്കും. അവനെ എപ്രകാരം ഈ ലോകത്തിൽ, അല്ലെങ്കിൽ അവനെ എപ്രകാരം തൻ്റെ ഈ ലോകപരമായ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാമെന്ന് കടന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നാം ഒരു കാര്യം ചെയ്യണം. നാം ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പകൽക്കാലം തീരുമാനമെടുക്കണം. നാം ആ പഴയതിനെ വിട്ടുകൊണ്ട് നാം കർത്താവിലേക്ക് കടന്ന് മുന്നോട്ട് ജീവിതം നയിക്കുമെന്നുള്ള തീരുമാനമെടുക്കുകയാണെങ്കിൽ നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിനമായി ഇന്ന് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിനെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു.